ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. PACL നിക്ഷേപകരോട് സെബിയും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന നിഷ്ക്രിയത്വവും നീതി നിഷേധവും അവസാനിപ്പിക്കണമെന്ന് നിക്ഷേപകർ. നീതി ആവശ്യപ്പെട്ട് PACL FAയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് GST ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് PACL എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കളക്ടീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ ഏതാണ്ട് 5 കോടിയിലേറെ ജനങ്ങളാണ് നിക്ഷേപം നടത്തിയത്. നിക്ഷേപ സമാഹരണത്തിനായി 54 ലക്ഷത്തോളം ഫീൽഡ് അസോസിയേറ്റ്സിനെയും നിയോഗിച്ചിരുന്നു. 2014 ഓഗസ്റ്റ് 2-ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനവും ബാങ്ക് ഇടപാടുകളും മരവിപ്പിച്ചു. PACL ആസ്തികൾ സെബി ഏറ്റെടുത്തിട്ട് 12 വർഷങ്ങൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. മുഴുവൻ നിക്ഷേപകരുടെയും നിക്ഷേപം 6 മാസത്തിനകം സെബി നൽകണമെന്ന സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് 10.5 വർഷവും കഴിഞ്ഞു. എന്നാൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് അർഹരായ നിരവധി നിക്ഷേപകരുടെ അപേക്ഷകൾ സെബി തിരസ്കരിച്ചിരിക്കുകയാണെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. ഒരിക്കലും നീതി ലഭിക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന സെബിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടുകളിൽ പ്രതിഷേധിക്കുന്നതിനായാണ് നിക്ഷേപകരും ഫീൽഡ് അസോസിയേറ്റ്സും ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. PACL FAU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് GST ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി PACL FAU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് T പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി K അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി TK അബ്ദുൽ ഗഫൂർ, CITU കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി നാസർ, PACL FAU സംസ്ഥാന പ്രസിഡന്റ് KC ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് അബ്ദുൾ റഷീദ്, ഷീജ ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിലാവ് ട്രസ്റ്റിന്റെ ഈ വർഷം